ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ഫോണായ എക്സസ് മാക്സിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപേ സാംസങ് S10ൻ്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ ഒരുപാട് വലിയ സപ്പോർട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീഡിയോനും ഞാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2018 ആയിരുന്നു. അപ്പോൾ നമ്മളിത് കുറച്ച് മുൻപേ എടുത്ത വീഡിയോ ആണ്. പക്ഷേ കുറച്ച് കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ട്, അതായത് എനിക്ക് ഓൾറെഡി ഒരു PSC ചാനലുണ്ട്. അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യണോ അതോ ടെക് ചാനൽ വേറെ തുടങ്ങണോ എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഇങ്ങനെയുള്ള ടെക് വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഐഫോൺ എക്സസ് മാക്സിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്കിതിൻ്റെ ബോഡിയെ പറ്റി പറയാം. ബോഡി എന്ന് പറയുന്നത് ഗ്ലാസ് വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം ആണ്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം. ഇനി ഇതിൽ വരുന്ന സിമ്മ് നാനോ സിമ്മാണ്. ഇത് സിംഗിൾ സിമ്മാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുക. അതായത് മറ്റ് ഐഫോൺ പോലെ നമുക്ക് എക്സ്ട്രാ മെമ്മറി ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ ചാർജറാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഹെഡ്ഫോണാണ്. ഇത് ചാർജിങ് കേബിളാണ്. ഹെഡ്ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പഴയ ഐഫോണിലെ ഹെഡ്ഫോൺ പോലെ നമുക്ക് 3.5 mm ജാക്കിൽ പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റില്ല. അത് ചാർജിങ് പോർട്ടിൽ തന്നെയാണ് പ്ലഗ് ഇൻ ചെയ്യേണ്ടത്. മറ്റ് ഐഫോൺ പോലെ നമുക്ക് എക്സ്ട്രാ മെമ്മറി ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.5 inches ബേസിലെസ് OLED കപ്പാസിറ്റി ടച്ച് സ്ക്രീൻ ആണ്. അതായത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞത് 6.5 inches ബേസിലെസ് ആണ്. ബേസിലെസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്കിപ്പോൾ നമ്മൾ ചില ഫോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഫ്രെയിം വന്നിരിക്കുന്നത് കാണാം അല്ലേ, കവർ ചെയ്തിട്ട് ചെറിയൊരു പോർഷൻ കവർ ചെയ്ത് കാണാം. അപ്പോൾ അങ്ങനെയില്ല, ഇതിൽ ഫുൾ സ്ക്രീൻ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെയെന്ന് പറയുന്നത് 16M കളേഴ്സാണ്. അതായത് റെസൊല്യൂഷൻ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ, സാച്ചുറേഷൻ, ക്ലാരിറ്റി ഇതൊക്കെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് HDR വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3D ടച്ച് ഫെസിലിറ്റി ഉണ്ട്. ഇനി പറയാനുള്ളത് മെയിനായിട്ടുള്ള കാര്യമാണ് OSനെ പറ്റിയിട്ട്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൽ വരുന്നത് ആപ്പിൾ iOS 12 ആണ്. പക്ഷേ നമുക്കിപ്പോൾ 12.3 ലേറ്റസ്റ്റ് വേർഷനായ 12.3 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മെമ്മറിയെ പറ്റി പറയുകയാണെങ്കിൽ 4GB റാമാണ് ഇതിൽ വരുന്നത്. 4GB റാമാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ടാണ് ഉള്ളത്. ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് 64GB, 256GB, അതുപോലെ തന്നെ 512GB ആണ്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്. ഈ ഫോൺ എന്ന് പറയുന്നത് 256GB ആണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇത് നോൺ എക്സ്പാൻഡബിൾ ആണ്. അതായത് നമുക്ക് എക്സ്ട്രാ മെമ്മറി ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്നത് ക്യാമറ ഫീച്ചറാണ്. ഇതിൽ ഡ്യുവൽ 12 മെഗാപിക്സൽ ക്യാമറയാണുള്ളത്. ഡ്യുവൽ ക്യാമറയാണ്. അത് രണ്ടും 12 മെഗാപിക്സൽ വെച്ചിട്ടാണ് വരുന്നത്. ഇനി ബാക്ക് ക്യാമറ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് വൈഡ് ആംഗിളിനെ പറ്റിയിട്ട് പറയാം. വൈഡ് ആംഗിൾ f1.8 ആണ്. അതായത് അപ്പർച്ചർ 1.8 ആണ്. ഈ എഫ് വാല്യൂ എന്ന് പറയുന്നത്
അത് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ലോ ലൈറ്റിൽ ബെറ്റർ ഫോട്ടോസ് കിട്ടും. അതായത് ലൈറ്റ് കുറയുമ്പോൾ നമുക്ക് ലൈറ്റ് കുറഞ്ഞാലും നമുക്ക് നല്ല ഫോട്ടോസാണ് കിട്ടുക. അതാണ് ഈ F കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്യാമറ എന്ന് പറയുന്നത് ടെലിഫോട്ടോ ലെൻസാണ്. ടെലിഫോട്ടോ ലെൻസ് വിത്ത് അപ്പർച്ചർ 2.4 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ലൈവ് ബൊക്കെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുത്തിട്ട് അത് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുകയാണെങ്കിൽ അത് 3D ഫോട്ടോ ആയിട്ട് കാണാൻ പറ്റും. പോർട്രേറ്റ് മോഡിൽ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുകയാണെങ്കിൽ 3D ഫോട്ടോ ആയിട്ട് നമുക്കത് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനിയുള്ളത് 2x ലോസ്ലെസ് സൂമാണ് ഇതിന് വരുന്നത്. 2x ലോസ്ലെസ് സൂം, അതായത് നമ്മൾ സൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടില്ല. അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും സൂം ചെയ്യുമ്പോൾ. പിന്നെ വരുന്നത് ക്വാഡ് LED ഫ്ലാഷ് ആണ്. അത് ഇതിൻ്റെ പ്രത്യേകതയാണ്, ക്വാഡ് LED ഫ്ലാഷ്. ഇനി നമുക്ക് സെൽഫി ക്യാമറയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ ഒന്നുകൂടി പറയാം. അതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഡ്യുവൽ ക്യാമറയാണ്. അതായത് ബാക്ക് ക്യാമറ 12 മെഗാ പിക്സലാണ് വരുന്നത്. അതിൻ്റെ എല്ലാ പ്രത്യേകതകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളത് സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 7 മെഗാ പിക്സലാണ് വരുന്നത്. വിത്ത് f2.2 ആണ്, അപ്പർച്ചർ 2.2 ആണ് വരുന്നത്. പിന്നെ ബാക്ക് ഇലുമിനേറ്റഡ് സെൻസർ ഇതിനുണ്ട്. അതായത് BSI ആണ് ബാക്ക് ഇലുമിനേറ്റഡ് സെൻസർ. അതെന്ന് പറഞ്ഞാൽ അതായത് ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്തോളും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. HDR മോഡ് ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ സ്റ്റെബിലൈസേഷനും ഉണ്ട്. പിന്നെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനിമോജിയാണ്. ഇനി വരുന്നത് ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് നോൺ റിമൂവബിൾ 3174 mAh ബാറ്ററിയാണ്. non-removable 3174 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ബാറ്ററി ചാർജിങ് ആണ്, 15 വാട്ട്സ് ആണ് വരുന്നത്. പിന്നെയുള്ളത് അതായത് 30 മിനിറ്റ്സിൽ നമുക്ക് 50% ചാർജ് ആകും. ഇത് യൂസ് ചെയ്യുമ്പോൾ 30 മിനിറ്റ്സിൽ 50%ഓളം ചാർജ് ആകും. പിന്നെ വരുന്നതാണ് ഹെഡ്ഫോൺസ്. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഹെഡ്ഫോൺസിലാണ് വരുന്നത്. അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു ഫീച്ചർ കൂടിയാണിത്. അതായത് 3.5 mm ഓഡിയോ ജാക്ക് ഇതിൽ ഇല്ല. മറ്റ് ഫോണിലുള്ളതുപോലെ 3.5 mm ഓഡിയോ ജാക്ക് ഇതിനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഇയർഫോണാണ് യൂസ് ചെയ്യാൻ പറ്റുക. അല്ലാതെ വേറെ കമ്പനിയുടെ ഹെഡ്ഫോൺസ് ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചാർജിങ് പോർഷനിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാവുന്നതാണ്. ചാർജിങ് പോർഷനിൽ പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മാർക്കറ്റിൽ നമുക്ക് ഇതിന് ചാർജിങ്ങും ഓഡിയോയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡാപ്റ്റേഴ്സ് കിട്ടുന്നുണ്ട്. അത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഓക്കെ, ദെൻ ലാസ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടാണ്. പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 1,25,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അതുപോലെ നിങ്ങളിപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.